ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പം ഗുജറാത്തിൻ പ്രഭാതം, ഗുജറാത്തിലാണുള്ളത്. ഗുജറാത്തിൻ സുപ്രഭാതം, ഗുജറാത്തിലാണുള്ളത്. ഗുജറാത്തിൽ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ടെൻറ്റിലായിരുന്നു ഇന്നലെ കിടന്ന്. ടെൻറ്റ് കണ്ടോളൂ, ടെൻറ്റ് അവിടെയാണ്. 2 കാലുകൾ മാത്രം ഗൈസ്, ഉടല് കാണുന്നില്ല. നല്ല ടെൻറ്റ് കിടന്നു. ഇന്നിപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോകണം. ഒക്കെ എനിക്ക് നേരെ രാജസ്ഥാൻ പിടിക്കണം. നല്ല റോഡാണെങ്കിൽ രാജസ്ഥാൻ പിടിക്കും, ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ പകുതി വഴിയിലാവും. അപ്പം എല്ലാവരും പല്ലേപ്പും പരിപാടിയൊക്കെയാണ്. വേഗം റെഡി ആകട്ടെ. 8 മണിക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി തുറക്കും. അപ്പോഴേ അവിടെ എത്തണം ഗൈസ്. എല്ലാവരും ഫ്രഷായി സെറ്റായി ടെൻ്റ് കഴിക്കുന്ന പരിപാടിയിലാണ്. ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി തുറക്കുമ്പോൾ ഞാൻ കാണത്തണം എന്നുള്ള പരിപാടിയിലാണ്. അടി ലഗേജ് കെട്ടി കൂടിക്കൊണ്ട് നിൽക്കും. വേറെ വണ്ടിപ്പണിയിലാണ് രാത്രി. അത് നോക്കൂ ഗൈസ്, വേഗം സെറ്റായി പോട്ടെ ഗൈസ്. നമ്പർ പ്ലേറ്റ് കേൾക്കുന്നു. മഹാരാഷ്ട്രൻ വെതറിൻ്റെ പ്രശ്നം കൊണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാണ്ടായി പോയി. ഞാൻ കേൾക്കി നോക്കട്ടെ, കാണിക്കൂ. അതേണ്ട ഏറ്റവും കൂടുതൽ നമ്പർ പ്ലേറ്റ് കാണുന്നുണ്ടല്ലേ. നോക്കൂ. കൊടി പോയി ഗൈസ്. നല്ല കൊടി വായിക്കല് പോണി. കൊടി നല്ല വീഴ്ച. അളിയൻ കാണട്ടെ. അളിയാ പൊയ്ക്കുന്നതാ. ഇതേ ടെക്നിക്ക് കണ്ടിരിക്കുന്നുണ്ട്. ഇതേ ടെക്നിക്കിലാ ഗൈസ്. ഒരാണ് നല്ല കടന്ന് വണ്ടിയൊക്കെ സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല ടെൻ്റ് അടിച്ച് അതാണ് പമ്പ്. നയാര പമ്പിലാണ് ഇന്നലെ കിടന്നത്. 95 ഉറുപ്പ്യ ഉള്ളൂ പെട്രോൾ കേട്ടോ. നയാരയിൽ പിന്നെ 1 ഉറുപ്പ്യ കൂടുതലാണ്. 94 ഉറുപ്പ്യ ഉള്ളൂ ഗുജറാത്തിൽ പൈസ. ഇവിടെ പോലെ എന്തോ പാട്ടൊക്കെ വെച്ചിരിക്കും, നമുക്കൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ഒക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ടാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. കേട്ടോ, ഇവിടുത്തെ പശുക്കൾക്കും കാളകൾക്കും പ്രത്യേകത ഉണ്ട്. റോഡിൻ്റെ നടുവിലല്ലാണ്ട് ഈറ്റിങ്ങൾ നിൽക്കില്ല. ഇത്ര സ്ഥലം സൈഡിലും കണ്ടത്തിലും ഉണ്ടായിട്ടു പറമ്പൊന്നും ഉണ്ടായി ഒരു കാരണം വേണ്ട. അങ്ങനത്തെ വലിയ ലോറികൾ പോണ സ്ഥലമാണ്. എന്നാലും അവിടെ തന്നെ നിൽക്കും. വൈബ് ടീം എന്തായാലും. വേഗം സെറ്റാവട്ടെ ഗൈസ്. ഇവിടെ പമ്പിൽ വെച്ചുകൊണ്ട് എന്താ പെട്രോൾ അടിക്കണേ. ടാങ്ക് പെട്രോൾ ഉണ്ട്. ആദ്യം ഒരു 300-400 വെച്ച് എല്ലാ വണ്ടിക്ക് അടിച്ചിരുന്നു. ഒന്നും അടിച്ചില്ല, മോശമല്ലേ. അപ്പോൾ എല്ലാവരും പെട്രോൾ അടിക്കാമെന്ന് നേരെ ചായ അടിച്ച് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ചായ പിടിക്കാം. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകണം. ബസ് കയറി പോകണം. വണ്ടി ഉള്ളിലേക്ക് കയറ്റി വിടില്ല. ഒക്കെ വഴിയെ കാട്ടിത്തരാൻ കാഴ്ചകൾ. ഇനി ബാക്കിയുള്ള വഴിയെ വരും. കഴിഞ്ഞാൽ പിന്നെ ചായ കിട്ടാൻ ഈ ടൈമിലൊന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ പുറത്തുനിന്ന് കഴിച്ച് വരേണ്ടി വരും. അപ്പോൾ ആകെ കിട്ടിയത് ഈ റെസ്റ്റോറൻറ്റ് മാത്രം. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് മാത്രം. നല്ല ആലു പൊറോട്ടയും കയ്യിലും കേട് പറയാൻ പറഞ്ഞു. കേട് സംഭവം എന്താണ്? ടേസ്റ്റ് ചെയ്തോ? എല്ലാ ടേസ്റ്റിനാണ്. പൊറോട്ടൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങ് മസാല സ്റ്റഫ് ചെയ്ത സാധനം. ഞാൻ കഴിച്ചു പോകണം. പെട്ടെന്ന് രാജസ്ഥാൻ പിടിക്കാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കയറാനുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്താണ്.
ഇതാ ഇവിടെ നിന്നാണ് ടിക്കറ്റ് കിട്ടുക. കുറച്ച് അവിടെയാണ് പാർക്കിങ്. അവിടെ നേരെ ഇവിടെ വരിക, ടിക്കറ്റ് എടുക്കുക. ഒരാൾക്ക് 350 രൂപ ഫ്രണ്ട് കാണാനും പിന്നെ ഉള്ളിൽ കയറി അതിൻ്റെ ടോപ്പിൽ വരെ പോവാം. അത് കാണാനുള്ളത്. അവിടെ നേരെ ബസ് കിട്ടും. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് 5 കിലോമീറ്റർ ഉണ്ട്. ഇനിയും ഈ ബസ് കയറി പോകണം. ഇല്ല ബസ് ടിക്കറ്റും കൂടി അതിൽ ഇൻക്ലൂഡാ. അതിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് നേരെ ബസ് കയറാം. തൂക്കളി ബസ് പോയി. അങ്ങനെ ചൊട്ടം ചുറ്റി പോകണട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി AC ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. നല്ല ചൂടാണ്. നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. ഇവിടെ അങ്ങോട്ട് കയറിയാൽ ബസ് കിട്ടും. ആരാണ്? ഭരത് മാതാ കി ജി എന്ന് പറഞ്ഞ ടീമുണ്ട്. ബസ്സിലാണ് ബസ് കയറി പുതിയ മലയാളികളെ കിട്ടിയിരുന്നു. കാട്ടിത്തരാം. ബസ്സിലാണ്. നോക്കൂ നമ്മളിപ്പോ വന്നപ്പോ കണ്ടതാണ് ഇവരെ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി നോക്കൂ. കണ്ടു. കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അയ്യോ മെറ്റിൻ്റെ മുറ വലിപ്പം. നോക്കൂ ഗൈസ്. എത്തി ഗൈസ്. ഞങ്ങളെത്തിയിരിക്കുന്നു. ബസ് ഇറങ്ങി ഗൈസ്. ബസ് ഇവിടെ ഇറക്കിയിരുന്നു. കുറച്ച് ദൂരെ അവിടെ വരെ നടക്കണം. വേഗം നടക്കട്ടെ. വണ്ടി കിട്ടി കഴിച്ചു. ഫുൾ ചെക്കിങ് കഴിഞ്ഞു. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുൾ പട്ടാളക്കാർ വണ്ടി കിട്ടിയിരുന്നു. അടിഞ്ഞ് ടിക്കറ്റ് കഴിച്ച് ടിക്കറ്റ് നമുക്ക് പട്ടാളക്കാരൊക്കെ ഉണ്ടോ? പട്ടാളക്കാരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. പണി ഇട്ടേക്കും. ഇതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടി ഓടി കളിച്ചാൽ പറ്റും. വാ കുറച്ച് വലിപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ എക്സ്കലേറ്റർ അതാ. കുറച്ച് വലിപ്പുണ്ട്. നമ്മളങ്ങനെ എത്തി ഗൈസ്. ഞാൻ വരും. കേട്ടെ ഇതിലൂടെയാ അതിൻ്റെ ഉള്ളിൽ കൂടെ മേലോട്ട് പോകാനുള്ള വഴിയാണെങ്കിൽ ഇത് ഫ്രണ്ട് കാണാൻ മാത്രം കേട്ടോ. ഇതിലൂടെ കയറാം. അവിടെ കയറി കഴിഞ്ഞിട്ട് വഴി വർത്താൻ പറയാൻ നിൽക്കരുത് കേട്ടോ. എസ്കലേറ്ററാ. ബൈ ഗൈസ്. വഴി മാറിപ്പോയി. ഒരു ഞങ്ങളെ കൂട്ടാണ്ട് പോയി.
വഴി എസ്കലേറ്റർ ആരും കയറില്ല. എസ്കലേറ്റർ വഴിയല്ല ഗാലറിയിലേക്ക് കയറുന്നുണ്ട്. 350 റുപ്യ ടിക്കറ്റിന് ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ താഴത്തു കൂടെ തന്നെ ഉള്ളിക്കൂടെ ആ വഴിക്ക് വേണം കയറാൻ. ഞങ്ങൾ വഴി മറിപ്പി മറ്റൊരു അടിയിൽ കൂടെ കയറിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോവാം. അതാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ട്രൈപ്പോഡ് എടുക്കാൻ മറന്നു ഗൈസ്. ഉണ്ടോ? ട്രൈപ്പോഡ് ഉണ്ട് ഗൈസ്. വേങ്ങാട്ടെ. ഇവരെ തല മാത്രം അവിടെ കൊണ്ടുവച്ചിരുന്നല്ലോ. ആണ് ഗൈസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. ഇവരെ തല മാത്രം തല 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 ചേച്ചി വണ്ടി ഓട്ടി കഴിക്കുന്നു ഗൈസ്. നിലം തുറക്കിയാട്ടോ ഗൈസ്. നിലം തുറക്കിയ സെറ്റപ്പ് ഉണ്ടോ? വയറിലാക്കട്ടെ ഞങ്ങൾ കളി അച്ഛ ഗൈസ്. ലാടാ ഏതാ ഇന്ത്യയിലെ ഫസ്റ്റ് ലോകത്തിലെ ഫസ്റ്റ് കാണിക്കുന്നു ഇവിടെ. ഇനി മറ്റേ കയറാണ്ട് എടേ അവിടെ മറ്റേ കാട്ടിയല്ല ലോകത്തിൽ ഏറ്റവും വലുത് ഏതാണുള്ളത്. പക്ഷെ വലുതല്ല, 2ാം സ്ഥാനത്തൊക്കെ ഉള്ളത് വലുതല്ലേ. അപ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ കേട്ടോ. പോവാ എന്ത് നോക്കി നിങ്ങൾ കയറുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് അതിന് നടുവിൽ നട്ടല് മോദിനെ അവിടെ കണ്ടല്ലോ. ഉണ്ടാക്കുന്ന നോക്കുക. ഓ ഉണ്ടാക്കിയെടുത്ത് മോനെ. ആ കയറുക. എന്താ കയറാം സമയമില്ല. എന്താ മോദി ഗൈസ് മോദി പുള്ളിയുടെ പ്രതിമ. ആണ് ഗൈസ് അകത്തിലെ ഫസ്റ്റ്. 2ാമത്തെ എവിടെയാന്ന് കാണിച്ചത്. ഇതാ വലുത്. 2ാമത്തെ എത്ര കാണിക്കുന്നുണ്ട്. ആ പോ ഞാനതൊക്കെ മൂപ്പര സംസാരിക്കുന്നു. ആ പൂവ കയറാൻ പറ്റില്ല. ഇതെന്ത് ചെയ്ത് മൂപ്പര സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിൻ്റെ സംവിധാനം നട്ടല്. അവിടെ വരെ കയറാം. അവിടെ വരെ കയറാൻ പോയി ഞങ്ങൾ 350 റുപ്യ ടിക്കറ്റ് എടുത്ത് അവിടെ വരെ കയറാം. എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ സംഭവം സംവിധാനം ഒക്കെ ഉണ്ട്. ये क्या ना हमसे थोड़ा गुम हो गया था, उसका क्या करें? बिल होगा, बिल हाँ बिल है, गूगल पे क्या बिल ब्रो बिल ये आज का है ना, 10 लोग है ना, दोनों का ये वो अलग है और क्या किसका फोक किसका है इसमें 8 वाला है, ये 2 इसका ये 8 में हो, हाँ 8 में है। ये टिकट बाहर रखिए, ये ऐसा बारकोड ये बाहर रखे, ये जो पहले आप जाइए ओके साथ में लेकर ठीक है, ये लाइन में स्कैन किया പോനെയോ ഒന്ന് സ്കാൻ ചെയ്യാന്നില്ല. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യാം. അതിലെത്തി സൂക്ഷിച്ച് കൊണ്ടിറങ്ങുന്ന സാധനമല്ലേ. അതിനാണെന്ന് പുറപ്പെട്ടൊക്കെ വരാൻ നേരം വയ്ക്കില്ലേ. എന്താ കഴിച്ചു ടിക്കറ്റ് പോയി. ടിക്കറ്റ് ഒന്നുമില്ല കയറാൻ പറ്റില്ല കേട്ടോ. ആരും അന്ന് കളയാൻ നിൽക്കണ്ട. ടിക്കറ്റ് ഉണ്ടെങ്കിലേ കയറാൻ പറ്റും. കയറാൻ പോ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമേൻ്റെ ഉള്ളിൽ കയറാൻ പോയാൽ
അത് നമ്മുടെ ഇന്ത്യയിൽ വിമാന നിമിഷം. അതും പോയിനെ പോയി. അടിയാണ് ഇവിടെ, അടി. ടിക്കറ്റ് പോയനടി. ലിഫ്റ്റ് കയറാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സെക്കൻഡ് ചൈനയിലല്ലേ? ശ്രീ ടെമ്പിൾ ബുദ്ധ. ടെമ്പിൾ ബുദ്ധ. മൂന്നാമത് ജപ്പാൻ. നാലാമത് USA, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അഞ്ചാമത് റഷ്യ. ആറാമത് ബ്രസീൽ. ഇന്ത്യയിലാണ് ഫസ്റ്റ്. ഇന്ത്യയിലാണ് ഫസ്റ്റ് ഗൈസ്. ഇന്ത്യയിലാണ് ഫസ്റ്റ്. ഇറങ്ങി. ആണ് വ്യൂ. അതാണ് മൂപ്പരെ നെഞ്ചെന്നുള്ള വ്യൂ. നെഞ്ചും ബാക്ക് സൈഡും ആണ് നട്ടല്. ഇതൊക്കെ ലൈറ്റ് ഉണ്ട് ഗൈസ്. എന്തുണ്ടോ അത് ചേച്ചി. പുഷ് പുഷ്. വാവ്. നോക്കൂ ഗൈസ്, അതിൻ്റെ വ്യൂ. ഇതിൻ്റെ എവിടെ നിൽക്കണം? നിൽക്കണ്ട. ഇതാ സറോവർ. ആരുടെ ഡാം? അതാണ് ഞങ്ങൾ നടന്നു. ആണ് മൂപ്പര് നെഞ്ചിൻ്റെ സൈഡ്. ടോപ്പിൽ നെഞ്ചിൻ്റെ സൈഡിലേക്കാണ് വരുന്നത്. ഞങ്ങളുടെ കൂടെ വണ്ടി ഉണ്ടോ? നീ മൈക്കൊക്കെ എടുക്കാൻ മറന്നു കേസ്. ഒക്കെ മറന്നു ഉണ്ടോ? ഇത് സാധനത്തിൻ്റെ ഉൾഭാഗത്താണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉൾഭാഗത്തെ സ്ട്രക്ചറൽ പരിപാടികളാണ്. അങ്ങനെയാണിത് ഉണ്ടാക്കിയെടുത്ത്. കുറച്ച് എത്രണ്ട് താഴോട്ട് ഇങ്ങോട്ട് മുകളോട്ട് ഇത് നെഞ്ചും കൂടെ എത്തിയിട്ടുള്ളൂ. അതാ ഈ ഭാഗത്ത് എത്തിയിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം. ഞാൻ മുകളിലോട്ട് വേണ്ട. സ്റ്റീൽ സ്ട്രക്ചറാണ്. സ്റ്റീൽ സ്ട്രക്ചറാണ്. ഔട്ടർ കോൺക്രീറ്റ്. പുറത്ത്. യെസ്. നല്ല പണിയിട്ട് ഉണ്ടാക്കല്ലേ? ഇത് സ്റ്റീലാ? അത് സ്റ്റീല. SS-ന്റെ സ്റ്റീൽ സ്ട്രക്ചർ. ആ ബാക്ക് പോയേക്കാം. ആ തൊട്ടടുത്തുനിന്ന് കാണാതാ. കമൻറ്റ് ചെയ്യൂ പ്ലീസ്. എഞ്ചിനീയർ നമുക്ക് നോക്കണം. ജീവനൊന്നും അറിയില്ല. എഞ്ചിനീയർ backside. This backside. അപ്പുറത്തെ എവിടെയാണ് ബസ് കയറി വരെ അപ്പുറത്താണോ? आडी डोमिनार. उनके पास भी डोमिनार. अच्छा वो बाइक 400 सीसी वाला बजाज. कैसा लगा आपको? अच्छा लगा. हिंदी आता? केरल में तो पूरा सब्जेक्ट है हिंदी का. लेकिन एक सब्जेक्ट तो कंपलसरी कर रखा है. आपके मेरे यहाँ का गवर्नर था ना, हमारे यहाँ का, आपके यहाँ पे जो बिहार का आरिफ मोहम्मद. അതെ. ഇന്ത്യൻ്റെ മാപ്പ്. ഞങ്ങൾ ഇവിടെ നിന്ന്
കോഴിക്കോട് അവിടെ കേൾക്കുന്നുണ്ടാവും. ഇവിടെ ഉണ്ടാവും കോഴിക്കോട്. നേരെ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇവിടെയാണ് മുംബൈ. അയ്യോ സോറി, ഇങ്ങനെ പോയി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ പോയി അവിടെ എത്തും. നേരെ തിരിച്ചിലൂടെ ഇങ്ങനെ ഇറങ്ങി പിന്നെയും ഇവിടെ എത്തും. ഗൈസ് പ്ലഡ്ജ് ചെയ്തു ഇതേപോലെ എഴുതിയിടാം. ഓർമ്മയ്ക്ക് ഞങ്ങൾ എഴുതിയിരുന്നു. ഷേറ്റ് ചെയ്യാം. ഫുള്ള് ക്യാപിറ്റലാണ്. ആന്ന് വേണ്ട. കളിക്കട്ടില്ലേ ഗൈസ് അവിടെ വന്ന് ആ പ്ലഡ്ജ് അതൊക്കെ ആദർശ് കാലിക്കറ്റ്, കശ്യപ് കാലിക്കറ്റ്, അക്ഷയ് കാലിക്കറ്റ്, കേരള വന്ന് ഗൈസ്. ഞങ്ങളങ്ങനെ വന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പേര് ബായ് എല്ലാവരും വന്നു ഗൈസ്. ആദിത്, അഭിരാജ്, അഭിനന്ദ്, അഭിരാം, ഞങ്ങളെ കൂടത്തെ പുതിയ വന്ന മലയാളീസ്, ആദർശ്, ജോബിത്, കശ്യപ് ഗൈസ് നോക്കൂ. ഉമ്മോ എന്ത് വലുതാ. ഇല്ല അതെല്ലാം പറഞ്ഞു. വിരലിന് എത്ര പോയി കുഞ്ഞു വിരലാ ഞാൻ പറഞ്ഞേ. മൈ ഗോഡ്. യെസ് കേരള. और कहाँ तक जाना है आपको? लद्दाख कश्मीर लद्दाख. हम लोग दिल्ली से आए हैं. हाँ पूरे हम लोग दिल्ली से आए हैं इलेक्ट्रिक व्हीकल से. हाँ आज 10वां दिन है हाँ. तब और हम 100 दिन चलेंगे पूरे भारत. लद्दाख भी जाएंगे सबसे लास्ट में. 100 days. Can you understand Hindi? English. It's 10th day. We are here at 10th day. Yeah. And we will go ahead another 90 days. Ladakh, yeah. To Ladakh, right? We will cover each and every state, all 28 state and 8 union territory we will cover with electric vehicles. I am the president of Electric Vehicle Association. And this rally, Bharat Maha-EV rally, this is a Bharat Maha-EV rally where all electric vehicles, they are with us. And to prove that electric vehicle is capable for long distance. Touring and for everything. For long distance. So almost. So ये electric vehicles car or scooter? Cars. Electric vehicles. അവിടെയാണ് ഇപ്പം തല. Now we will. ഇവിടെ ഡൽഹിയിൽ നിന്ന് ഇലക്ട്രിക് ബസ്. भारत महा ईवी रैली आप सब लोगों के सहयोग से आगे बढ़ रही है. जरूर. Thank you. Okay. ഓക്കെ അങ്ങനെ ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ട് ഇറങ്ങി കുറച്ച് ദൂരെ ഓടി. ആ പിന്നെ വീഡിയോ എടുക്കാനില്ല, പൊള്ളുന്ന വെയിലായിരുന്നു. അങ്ങനെ മറ്റേ കുറച്ച് 2 റൈഡേഴ്സ് ഉണ്ടെങ്കിൽ എറണാകുളത്തുള്ള അവർ പോയി. അപ്പോൾ ഞങ്ങളിതാ അവർ റാൺ ഓഫ് കച്ചിലേ പോയി. ഞങ്ങൾ നേരെ ഗുജറാത്തിലേ പോയിക്കൊണ്ടിരിക്കും. ഗുജറാത്തിൽ നിന്ന് നേരെ രാജസ്ഥാൻ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. കയറാൻ പറ്റുമോ ഇന്ന് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല. കുറച്ച് ഓടാണ്ട്. അവിടുന്ന് വെയിലുകൊണ്ട് എല്ലാവരും നല്ല ടയേർഡാണ്. നല്ല നാരങ്ങ വെള്ളം കാച്ചിയ നാരങ്ങ വെള്ളം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക. കത്തി കച്ച് മുറിച്ച് ഏത് മൂട്? നാരങ്ങ വെള്ളം മൂട്. ഗൈസ് നാരങ്ങ വെള്ളം. നാരങ്ങ റിയാക്ഷൻ നോക്കൂ ഗൈസ്. ഡെഡിക്കേറ്റഡ് ഫോർ സേതു താട്ടൻ. അജയ് സേതു. കുടിച്ച് നേരെ വിടട്ടെ, ടൈമില്ല.
അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിൽ പോകുന്ന റൂട്ടിലാണ്, ഉദയ്പൂർ റൂട്ടിലാണ്. ഒരു ഹൈവേയിലാണുള്ളത്. പൊരിജി വരെയൊക്കെ പെരി വരും. 3-4 ദിവസമായിട്ട് പെരുമഴ. ഇപ്പോൾ പൊരിജി വരും. പൊരി വരെച്ചാൽ മഴയാണ് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും വെയിലാണെങ്കിൽ ഊരി. പക്ഷേ പൊരിവരായിട്ട് ഫുൾ ടയേർഡ്. ദാബേ കയറിയ ഫുഡ് കഴിക്കാൻ നല്ല നാൻകുട്ടിയും ദാൽ ഫ്രൈ എല്ലാവരും കുറച്ച് നേരം വയ്ക്കും. 4 മണിയായി കഴിക്കാൻ. ദാൽ ഫ്രൈ, നാൻ റൊട്ടി എല്ലാവരും തിന്ന് വേഗം തിന്നില്ല. അഭിപ്രായം കേൾക്കാൻ കിട്ടുകയാണ് എല്ലാവരും. ആ കഴി അഭിപ്രായം പറയും. തന്തൂരി നല്ല ക്രിസ്പിയാണ്. ആ കറി കുറച്ച് സ്പൈസിയാണ്. സെറ്റാ. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ആ പഞ്ചാബിനാന്ന് തോന്നുന്നു. പഞ്ചാബി മുപ്പതാന്ന് തോന്നുന്നു ഷോപ്പ് കിട്ടും. എല്ലാവരും കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ട് എന്നാ കഴിച്ചാളുടെ. സെൽഫി എടുക്കാൻ വന്നാ ഗൈസ്. സെൽഫി എടുക്കാൻ വന്നാ. രാജസ്ഥാൻ എത്തുന്നുള്ളൂ. ഈ മാറി ഫോട്ടോ എടുക്കും. സെൽഫി എടുക്കാൻ പോവാണ് ഗൈസ്. നടുക്ക് കയറിന്നോളി. നടുക്ക് കയറിക്കുമ്പോഴാണ് അതിൻ്റെ ഹാരം. സെൽഫി എടുക്കാണ് ഗൈസ്. മൂപ്പർക്ക് വേണ്ടി സെൽഫി എടുക്കാണ്. സെൽഫി ഇരി കുറെ കൂടി സ്കൂളിൽ കൈ കെട്ടിട്ട് വൈബ് സാധനം. ആക്കണ്ട. ഗുഡ് 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 ഗുഡ്. ഫാൻസ് രാജസ്ഥാൻ വെച്ചാ ഗുജറാത്ത് ഫാൻസ്. യെസ് രാം 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 രണ്ട് രാം. ഓക്കെ ബൈ. നെക്സ്റ്റ് സംസ്ഥാനം കയറിയിരിക്കുന്ന രാജസ്ഥാൻ. ഇത് ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിലുള്ള പ്രാണികളാണ്. ഇവിടെയുണ്ട് ഗൈസ്. നോക്കൂ. കുറെ കൊലപാതകത്തിന് ശേഷം ഞങ്ങൾ രാജസ്ഥാനിൽ കയറിയിട്ടുണ്ട്. 60 പാറ്റാണ് പോയി കണ്ണിന്റെ ഒക്കെ ഫിലമെന്റ് പോയി. അങ്ങനെ ഞങ്ങളുടെ 5ാമത്തെ സംസ്ഥാനമായ രാജസ്ഥാനിൽ കയറിയിരിക്കുന്നു. രാത്രി പോയി കയറി. ചെറിയ പ്രശ്നം. ഞങ്ങൾ അണ്ടാബുർജിയും റൊട്ടിയും കഴിക്കാൻ വേണ്ടി വന്നതാണ്. അണ്ടാബുർജി ആൻഡ് റൊട്ടി. സ്പൈസി അണ്ടാബുർജി ആൻഡ് റൊട്ടി ആൻഡ് സവാള ഗിരി. ടെൻഡടിക്കാൻ സ്ഥലം കിട്ടും. ഐഫോൺ ഉണ്ടാകും. എന്താടോ അത് പോയല്ലോ. പ്രിയ ആ മൂപ്പര് അടിപൊളി മനുഷ്യനാണ്. സെറ്റാണ്. റിയാ ചിക്കൻ കറിയൊക്കെ തന്നു ഗൈസ്. മുബാറക് അടിപൊളിയാണ്. തമന്ന ആ ദുംഗാപൂർ അല്ലേ?
കയറി ഫുഡ് കഴിക്കണം ദുർഗാപൂർ രാജസ്ഥാൻ കഴിച്ചാട്ട് മൂപ്പര ടോപ്പായി കൊണ്ടുപോയി ചിക്കൻ കറി വന്നിരിക്കുന്നു ടോപ്പായി കൊണ്ടുവരുന്നു ഗായ്സ് അണ്ടാവർജൻ റൊട്ടിയും പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിക്കൻ കറിയും കൊണ്ട് തന്നു അപ്പോൾ അതാ ബിരിയാണിയും കൊണ്ട് തന്നിട്ടാ ഞാൻ ചിക്കൻ കറിയും തന്നിക്കുന്നു കഴിച്ചാട്ടെ പ്ലേറ്റ് ഒന്നുമില്ല ഒരു പ്ലേറ്റ് തരും അത് കൂടെ മുക്കുക ചാറിൽ മുക്കുക തടിക്കുക അങ്ങനെ എടുക്കുന്നു മുക്കുന്നു ഉള്ളി എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കയ്യട് ഗൈസ് ഞങ്ങളിവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു 100 കിലോമീറ്റർ ഉണ്ട് ഉദയ്പൂർ. ഒരു 100 കിലോമീറ്റർ അതിൻ്റെ പകുതിയും ഏകദേശം കാടാണെന്നാണ് വെള്ളോയി പറഞ്ഞത്. ഇവിടെ ടെൻ്റ് അടിക്കാൻ നോക്കി ടെൻ്റ് അടിക്കാനുള്ള പമ്പ് 24 പമ്പൊന്നുമില്ല. ഉള്ളിൽ ഗ്രാമ ഏരിയ ഇത് ചെറിയ സിറ്റിയാണ്. കാട്ടിൽ കൂടെ പോവുകയാണെങ്കിലും കല്ലേറ് വരെ എറിഞ്ഞ് വീത്തിയിട്ടിട്ട് പേഴ്സും ഐറ്റംസൊക്കെ സംസാരിക്കുന്നതാണ്. ഇവിടെ പമ്പൊന്നും കിട്ടാതെ ഞങ്ങൾ ഉദയ്പൂർ പിടിക്കാനുള്ള പരിപാടി പതുക്കെ ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ റൂം നോക്കണം. ഡേഞ്ചർ ഏരിയ ആണ് ഗൈസ്. സീനാണ് ഗൈസ്. കല്ലേറ് തോക്ക് ആള് ഒക്കെ ഉണ്ടാവും. നമ്മളിവിടെ സ്റ്റേ അടിക്കും. നല്ല ആള് കല്ലേറ് പേടിച്ച് ഞങ്ങൾ റൂം എടുക്കാൻ നോക്കൂ ഗായ്സ് വേണ്ട പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചാലും ഇവിടെയാ ഇത് ഫോറസ്റ്റ് ആണ് ഇവർ പറഞ്ഞില്ലേ ഇവിടെ സിറ്റിയിൽ കൂടെ പാമ്പ് പോണം. ചത്തോ? കുട്ടിയാണ് ചെറുതാണ്. പാമ്പിനെ കണ്ടോ? ലഞ്ഞിമൂർക്കൻ പറന്നു കൊത്തു നീ ഗൈസ്. നാട്ടുകാരും കുടിക്കും. ഇയല്ല പറഞ്ഞ ഇവിടെ അടിപൊളി ഗ്രാമം അടിപൊളി 100 കിലോമീറ്റർ കാട്. ഇവനാണ് ഗൈസ് ഇപ്പൊ രാജസ്ഥാനിൽ തേങ്ങാപ്പണ്ണ കമത്താന്നാണ് ഗൈസ്. ഒരു കാര്യമില്ല ഇപ്പൊ ആ കൊണ്ടുവരാൻ വീഡിയോ എടുക്കണം. ചെക്കന്മാർ ഫാൻസ് ചെക്കന് സെൽഫി എടുക്കണം എന്നാണ് റീല് വരെ വന്നിട്ടുണ്ട് ഗൈസ്. ഫേമസ് ആയി ഞങ്ങളിവിടെ രാജസ്ഥാനിൽ വരെ ഫാൻസ്. എന്ത് ചെയ്യാനാ നാട്ടിൽ ഞങ്ങൾക്ക് ഒരു വില ഇല്ലെങ്കിൽ ഇവിടെ നല്ല വില ഭയങ്കര വില. ഉണ്ടോ അതിലല്ലേ കാര്യം. അത് ഏടേന്നുള്ള അത്രേ ഉള്ളൂ. കോസ്റ്റ്യൂം ഇട്ടപ്പോ വരുന്നത്